ബ്ലോഗ് സ്പോട്ടിലെ രാജകുമാരൻ. ബ്ലോഗുകളിൽ നാം സാധാരണ വായിക്കാറുള്ളതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ആനന്ദ് ശശിധരൻ എന്ന യുവമിഥുനം എഴുതുന്ന ബ്ലോഗ്. ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വളരെ വിരളമായ ബ്ലോഗുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ബ്ലോഗാണ് ആനന്ദിൻ്റെത്. എടാ രക്ഷപ്പെട്ടല്ലോടാ നീ. പിന്നെ ഈ ബ്ലോഗിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ഞാനാണ്, അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എനിക്ക് തന്നെ തന്നേക്കണം. വന്ന വഴി ഞാൻ മറക്കില്ല റോയിച്ച. ഒന്നുമില്ലാതെ ഈ കൊച്ചിയിൽ വന്നപ്പോ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം തന്ന്, എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന സമയത്ത് എന്റെ കയ്യിലൊരു ലാപ്ടോപ്പ് വെച്ച് തന്ന് നീ എഴുതടാ നാട്ടുകാരത് വായിച്ച് ചിരിക്കട്ടെ എന്ന് പറഞ്ഞ ആ മനസ്സ്, അതെനിക്ക് മറക്കാൻ പറ്റില്ല റോയിച്ച. എന്നെയും കൂടി ഓർത്തോളണേ, മറന്നുകളയല്ലേ. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം നിന്റെ തളിയാ. എടാ നീ ഞങ്ങളെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യണടാ. നിങ്ങളങ്ങനെ പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? അതെന്തേ? അതൊക്കെ ഉണ്ട്. റോയിച്ച ബാക്കി വായിക്കും, നല്ല രസമുണ്ട്. ഒരു നടൻ കൂടിയായ ആനന്ദ് തന്റെ ജീവിതത്തിലെ നർമ്മം നിറഞ്ഞ നിമിഷങ്ങളെയാണ് ബ്ലോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. അത് കൊള്ളാം. അപ്പൊ അവള് നിന്നെ ശരിക്കും പൂട്ടി. നീ എഴുതുന്ന മണ്ടത്തരങ്ങൾ നിന്റെ ജീവിതത്തിൽ ശരിക്കും നടന്നതാണെന്ന് അവൾ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞു. അത് സാരമില്ലടാ, എന്നായാലും ഇതൊക്കെ എല്ലാവരും അറിയണ്ടല്ലോ. പിന്നെ ഇച്ചിരി നേരത്തെ എന്നുള്ളൂ, അതിനിപ്പോ എന്താ? അത് ശരിയാ. ഇനി നിനക്ക് ധൈര്യമായിട്ട് ചാൻസ് ചോദിക്കാം. കറക്റ്റ്, മണ്ടന്മാർക്ക് ഇപ്പൊ നല്ല സ്കോപ്പാ. അതൊക്കെ ശരിയാ. എന്ത് കാണിച്ചാലും മാഗസിനിൽ ഒരാളെ കുറിച്ച് ഇത്ര എഴുതി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭാഗ്യം തന്നെ. ഓക്കെ, എന്നാലും ഇങ്ങനെയുണ്ടൊരു എഴുത്ത്. ഇനി ഇതുകൂടി കേട്ടോ. സിനിമയിലെത്താൻ യാതൊരുവിധ അർഹതയുമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ സിനിമയിൽ കാട്ടിക്കൂട്ടി വെക്കുന്നത് നമുക്ക് കാണാതെ ഇരിക്കാം. എന്നാൽ ഇവർ സ്വയം അറേഞ്ച് ചെയ്യുന്ന ഇന്റർവ്യൂവും മാഗസീനിൽ സ്വയം വിവരിക്കുന്ന ചരിത്രവും പ്രേക്ഷകരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. മാഗസീന്റെ സ്ഥിരം വായനക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം ആളുകളെ പൊതുജന മധ്യത്തിൽ നിർത്തി സമാധാനം പറയിക്കാൻ ഇവിടെ നിയമം വരണം. എന്നാ ഇവന്റെ കാര്യം പോക്കാ. എനിക്ക് നഷ്ടാണ്, എന്നാലും ഇരിക്കട്ടെ. 5 അല്ല പിന്നെ കഷ്ടം.